SFIO അന്വേഷണ റിപ്പോർട്ട് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ CMRLന് ആശ്വാസം. CMRL എക്സാലോജിക് കരാറിലെ SFIO അന്തിമ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക്. കേസിൽ നിലവിലെ സ്ഥിതി തുടരാൻ ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് നിർദ്ദേശിച്ചു. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് ഫയലിൽ സ്വീകരിച്ച വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അവധിക്കാല ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. നിലവിലെ സ്ഥിതി തുടരാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കമ്പനി നിയമമനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്ന സംശയം പ്രകടിപ്പിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. CMRLന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. SFIO ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ 5 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും. SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണ് കേസെടുത്തതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി വാദം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല കോടതിയിലെ നടപടികളെന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി. എന്നാൽ ഈ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല. പ്രതിചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തതെന്നായിരുന്നു ഹർജിയിൽ CMRLന്റെ വാദം. ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടി. അന്തിമ റിപ്പോർട്ട് നൽകില്ലെന്നായിരുന്നു SFIO ദില്ലി ഹൈക്കോടതിയിൽ വാക്കാൽ നൽകിയ ഉറപ്പ്. ഈ ഉറപ്പ് ലംഘിച്ചാണ് SFIO കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയതെന്നുമായിരുന്നു CMRLന്റെ വാദം. SFIO റിപ്പോർട്ടിന് ആധാരമായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലെ രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മാധ്യമപ്രവർത്തകനായ MR അജയനും CMRLും നൽകിയ ഹർജികൾ അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.